ഒരു ജനത ഒന്നാകെ പശ്ചാത്താപ വിവശരായി ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത്തം ചെയ്യുന്ന അതീവ ഉത്കണ്ഠയുണർത്തുന്ന ഒന്നാണ് വെറും 4 അധ്യായങ്ങൾ മാത്രമുള്ള യോനയുടെ പുസ്തകം. 981 BC യോനയുടെ ജീവിതകാലം. വീണ്ടും ഒരു 3 നോയമ്പ് കൂടി നമ്മിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ വ്രതാനുഷ്ഠാനങ്ങളും നമ്മിലേൽപ്പിക്കുന്ന സ്വാധീനമെന്തെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. ഓരോ ഗ്രന്ഥങ്ങളും നിർദ്ദിഷ്ട കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്. അതിലെഴുതുന്ന ആളിൻ്റെ കലാബോധവും വൈകാരികതയും പ്രതിഫലിക്കുമെന്ന് മാത്രം. സൃഷ്ടിയുടെ മേലുള്ള ദൈവത്തിൻ്റെ ആധിപത്യത്തെയാണ് ഈ പുസ്തകം ഘോഷിക്കുന്നത്. അതോടൊപ്പം ദോഷിയെ ശിക്ഷിച്ച് നശിപ്പിക്കുന്നതിനേക്കാൾ അവരോട് ക്ഷമിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തെയും കാണാം. ആകെ 4 അധ്യായമുള്ള പുസ്തകത്തിൽ 1-ാം അധ്യായം യോനയ്ക്കുള്ള വിളിയും അനുസരണക്കേടും, 2-ാം അധ്യായം അനുതാപവും വിടുതലും, 3-ാം അധ്യായം നിനവയ്ക്കെതിരെയുള്ള സന്ദേശം, 4-ാം അധ്യായം നിനവയോടുള്ള കരുണ. ഈ കരുണ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം കാണുന്നു. മനുഷ്യസഹജമായ പാപങ്ങളിൽ മുങ്ങിപ്പോകുകയും ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ സ്നേഹത്തിൻ്റെ സൗരഭം തീർക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തികളെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും നാം കണ്ടുമുട്ടുന്നു. 2 രാജാക്കന്മാർ 14:25 യോനയെ നാം ആദ്യമായി കാണുന്നത്. ഉപവാസത്താലും പ്രാർത്ഥനയാലും ആത്മതപനം ചെയ്ത നിനവേ ജനത പിന്നീട് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുകയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നിനവേ പട്ടണം ഉന്മൂലനാശത്തിലേക്ക് പതിക്കുന്നതും നഹൂമിൻ്റെ പുസ്തകത്തിൽ കാണാം. ഏറ്റവും തീവ്രമായ ഈ ഉപവാസകാലം മറ്റൊരു 50 ദിവസ വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുമ്പോൾ ആത്മബലം ലഭ്യമാകുവാൻ മനസ്സിനെ